ടോപ്പ് 20 ആക്ടേഴ്സിനെ വെച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ, അതിന്റെ പാർട്ട് 2 വീഡിയോ ആണിത്. ഫസ്റ്റ് പാർട്ട് കാണാത്തവരാണെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. വീഡിയോയുടെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം, അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ നിങ്ങൾ ഇന്നലെ എമ്മയുടെ രാജസ്ഥാനെ കളി കണ്ടായിരുന്നു, എന്തൊരു കളിയായിരുന്നു അത്. ഈ വീഡിയോയുടെ അവസാനം അതിനെ പറ്റിയും പറയാം. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. 10 രാംചരൺ. ഞാൻ രാംചരനെ 10ാം സ്ഥാനത്ത് കൊണ്ടുവെക്കാൻ കാരണം ഈ വീഡിയോയിലുള്ള മറ്റു ആക്ടേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ പുള്ളി ഒരുപടി താഴെയാണെന്ന് വേണമെങ്കിൽ പറയാം. പുള്ളിയുടെ ഭാഗത്തുനിന്ന് അവസാനം വന്നൊരു സിനിമ ഫ്ലോപ്പ് ആയിരുന്നു. സിനിമയുടെ നോക്കിക്കഴിഞ്ഞാൽ ശങ്കറിന്റെ ഗെയിം ചേഞ്ചർ. ഞാൻ ഇതിന്റെ ഫസ്റ്റ് പാർട്ടിൽ ഐ ആം ഗെയിമിന് വരെ ഗെയിം ചേഞ്ചറിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറെ ആൾക്കാർ കമന്റ് ചെയ്തു, സോറി കേട്ടോ, തെറ്റുപറ്റിയതാണ്. ഗെയിം ചേഞ്ചർ ഫ്ലോപ്പ് ആണെന്ന് പറയാൻ കാരണം സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 450 കോടിയോളം രൂപയായിരുന്നു. പക്ഷെ സിനിമ കളക്ട് ചെയ്തത് നെഗറ്റീവ് റിവ്യൂ വെച്ച് 200 കോടി മാത്രമായിരുന്നു. പുള്ളിയുടെ ഗെയിം ചേഞ്ചറിന് മുമ്പ് വന്ന സിനിമയായിരുന്നു RRR. രാജമൗലി സംവിധാനം ചെയ്ത സിനിമ 1400 കോടിയോളമാണ് സിനിമ കളക്ട് ചെയ്തത്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോഴായാലും പുള്ളിയുടെ ഗ്രാഫ് താഴ്ന്നു തന്നെയാണ് ഇരിക്കുന്നത്. സിനിമ പുള്ളിയെ കൊണ്ട് ബോക്സ് ഓഫീസ് സക്സസ് ആക്കാൻ പോലും പറ്റിയില്ല. പുള്ളിയുടെ ഭാഗത്തുനിന്ന് അടുത്തായിട്ട് വരാനിരിക്കുന്ന സിനിമ ഏതാ നോക്കിക്കഴിഞ്ഞാൽ പെഡി. സിനിമ ഈ മാസം 30-നാണ് റിലീസ് ചെയ്യുന്നത്. ദുരന്തർ 2 കാരണം പോസ്റ്റ്പോൺ ചെയ്തിട്ടാണ് സിനിമ ഈ ഡേറ്റിലേക്ക് ഫിക്സ് ചെയ്തത്. അപ്പൊ പെഡിയിലൂടെ രാംചരന്റെ കമ്പാക്ക് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. 9ാം സ്ഥാനത്ത് നമ്മുടെ ലാലേട്ടൻ. എന്റെ പൊന്നു ബ്രോ, ഞാൻ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ആക്ടിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ അല്ല. ആക്ടിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നെങ്കിൽ പുള്ളി എന്തെങ്കിലും ടോപ്പ് 5 ഉൾപ്പെട്ടേനെ. നമ്മുടെ ലാലേട്ടന്റെ ഭാഗത്ത് നിന്ന് അവസാനം വന്നൊരു സിനിമയായിരുന്നു വൃഷഭ. ലാലേട്ടൻ മെയിൻ റോൾ അല്ലെങ്കിൽ പോലും സിനിമയുടെ ബഡ്ജറ്റ് ആയിട്ട് വരുന്നത് 70 കോടിയോളം രൂപയാണ്. പക്ഷെ സിനിമ കളക്ട് ചെയ്തത് വെറും 2 കോടിയും. സിനിമ ഒരു ബിഗ്ഗസ്റ്റ് ബോംബായിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്ന സിനിമയായിരുന്നു ബബ്ബബ്ബ. ബബ്ബബ്ബ ആണോ ആദ്യം ഇറങ്ങിയത്, അതോ വൃഷഭയാണോ ആദ്യം ഇറങ്ങിയത്? അതേതാണെന്ന് താഴെ നിന്ന് കമന്റ് ചെയ്ത് വെച്ചേക്കുക. ബബ്ബബ്ബ കുഴപ്പമില്ലെന്നൊക്കെ പറയാം, പക്ഷേ ഹൈപ്പിനകത്ത് സിനിമ ഇല്ലായിരുന്നു. 1.5 ഔട്ട് ഓഫ് 5 ആണ് സിനിമയുടെ റേറ്റിംഗ് വരുന്നത്. ലാലേട്ടന്റെ ആയിട്ട് അടുത്തായിട്ട് വരാനിരിക്കുന്ന സിനിമയാണ് ദൃശ്യം 3. സിനിമ അടുത്ത മാസം, അതായത് മെയ് 21-ാം തീയതി റിലീസിനെത്തുന്നതായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ കത്തനാറിലും പുള്ളി ഉണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കത്തനാറ് പല റെക്കോർഡുകൾ ഇടാനും ഇപ്പോൾ ഉള്ള റെക്കോർഡുകളെ തിരുത്തുകയും ചെയ്യും. ഇതിൽ ലാലേട്ടൻ ഒരു ഭാഗമാവുമ്പോൾ സിനിമയ്ക്ക് അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. 8 ജൂനിയർ NTR. പുള്ളിയുടെ അവസാനമായിട്ട് വന്ന സിനിമ ഏതാ നോക്കി കഴിഞ്ഞാൽ വാർ 2 കൂലിയുടെ ക്ലാഷ് റിലീസ് ആയിട്ടാണ് എത്തിയത്. ആ സമയത്ത് ആദ്യം 1000 CR തൂക്കുമെന്നായിരുന്നു ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ആരും 1000 കൂടി തൂക്കിയതും ഇല്ല. ലോകേഷിന്റെ കരിയറിൽ തന്നെ ഏറ്റവും മോശമായ പടമായി കൂലി. പക്ഷെ കൂലി ബോക്സ് ഓഫീസ് സക്സസ് തന്നെ ആയിരുന്നു. പക്ഷെ വാർ 2ന്റെ ബഡ്ജറ്റ് വരുന്നത് 400 കോടിയോളം രൂപയായിരുന്നു. പക്ഷെ സിനിമ കളക്ട് ചെയ്തത് 364 കോടി രൂപ മാത്രമായിരുന്നു. അങ്ങനെ സിനിമ ഒരു ഫ്ലോപ്പ് ആയി മാറുകയും ചെയ്തു. പുള്ളിക്കാരന്റെ അതിനു മുമ്പ് വന്ന സിനിമകളായിരുന്നു ദേവരയും RRR. RRRന്റെ കാര്യം ഞാൻ പറയേണ്ടതായിട്ടില്ലല്ലോ. കളക്ഷൻ വൈസ് ആയാലും സിനിമയ്ക്ക് കിട്ടിയ റിവ്യൂ വൈസ് ആയാലും സിനിമ അടിപൊളിയായിരുന്നു. ദേവര അത്രയ്ക്കൊന്നും ഇല്ലെങ്കിൽ സിനിമ അത്യാവശ്യം നല്ലൊരു സിനിമ തന്നെയായിരുന്നു. ദേവരയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 300 കോടി രൂപയും സിനിമ കളക്ട് ചെയ്തത് 438 കോടിയോളം രൂപയാണ്. സിനിമ ഒരു കൊമേഴ്ഷ്യൽ സക്സസ് ആയി മാറുകയും ചെയ്തു. പുള്ളിയുടെ ഭാഗത്തുനിന്ന് അടുത്തായിട്ട് വരാനിരിക്കുന്ന സിനിമ ഏതാ നോക്കി കഴിഞ്ഞാൽ ഡ്രാഗൺ. സ്റ്റോറിയും ഡയറക്ഷൻ എല്ലാം നമ്മുടെ പ്രശാന്ത് നീൽ തന്നെയാണ്. സിനിമ KGF ആയിട്ട് ഡയറക്റ്റ് കണക്ട് ആണെന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത്. സിനിമ എന്തായാലും അടുത്ത വർഷം റിലീസിന് എത്തുന്നതായിരിക്കും. പ്രശാന്ത് നീൽ ഈ സിനിമയുടെ വർക്ക് കഴിഞ്ഞാൽ ഉടനെ KGF 3 ആരംഭിക്കുന്നതായിരിക്കും. 17 രൺബീർ കപൂർ. രൺബീറിന്റെ ഭാഗത്തുനിന്ന് അവസാനം വന്ന സിനിമയായിരുന്നു ആനിമൽ. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടാത്തൊരു സിനിമയാണ് ആനിമൽ. ഇത് പുള്ളി ഇഷ്ടപ്പെടാത്തതുകൊണ്ടല്ല, ഇതിനകത്ത് രശ്മിക ചേച്ചി ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. ചിലപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് സിനിമകളിൽ ഒന്നായിരിക്കും ഈ ആനിമൽ. സിനിമയുടെ ബഡ്ജറ്റ് ആയിട്ട് വരുന്നത് 200 കോടിയോളം രൂപയായിരുന്നു. എന്നാൽ സിനിമ കളക്ട് ചെയ്തത് 915 കോടിയോളം രൂപയായിരുന്നു. ഇത് ആ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ ചെയ്യുന്ന മൂവിയായിട്ട് മാറുകയും ചെയ്തു. ഇനി അടുത്ത് വരാനിരിക്കുന്ന സിനിമ ഏതാ നോക്കിക്കഴിഞ്ഞാൽ രാമായണ. ഇപ്പൊ ഇറങ്ങിയ ടീസർ കണ്ടപ്പോൾ പലരും പറഞ്ഞു പുള്ളി രാമനായിട്ട് ആപ്റ്റ് അല്ലെന്ന്. കൂടുതലും നോർത്തിൽ നിന്നായിരുന്നു പുള്ളി ഒട്ടും രാമനായിട്ട് ആപ്റ്റ് അല്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ആക്ടിങ്ങിന്റെ കാര്യത്തിൽ പുള്ളി വേറെ ലെവലാന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പിന്നെ സിനിമയുടെ VFX-ഉമായിട്ട് കമ്പയർ ചെയ്യുന്നത് പ്രഭാസിന്റെ ആദ്യ വിരുഷമായിട്ടാണ്. ഒന്ന് ഓർക്കണം, ജസ്റ്റ് സിനിമയുടെ ടീസർ മാത്രമേ ഇതുവരെ വന്നിട്ടുള്ളൂ. സിനിമ ഇനി റിലീസ് ചെയ്യാനായിട്ട് 7 മാസത്തോളം ബാക്കിയുണ്ട്. ഇത്രയും സമയമുള്ളതുകൊണ്ട് സിനിമയുടെ പോരായ്മകളൊക്കെ മാറ്റിയിട്ട് അവർ നല്ല രീതിക്ക് എടുത്തു വെക്കും നമുക്ക് പ്രതീക്ഷിക്കാം. രാമായണ 2 പാർട്ടായിട്ടാണ് ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത്. ഇതിന്റെ ഫസ്റ്റ് പാർട്ട് ഈ വരുന്ന ദിവാലിക്കും സെക്കൻഡ് പാർട്ട് അടുത്ത വർഷത്തെ ദിവാലിക്കാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. 2 പാർട്ടിന്റെ കൂടെ ബഡ്ജറ്റ് ആയിട്ട് വരുന്നത് 4000 കോടി രൂപയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഓരോ പാർട്ടിനും 2000 കോടി വെച്ചായിരിക്കും ബഡ്ജറ്റുകൾ വരുന്നത്. സിനിമ അറ്റ്ലീസ്റ്റ് ഒരു ഹിറ്റ് എങ്കിലും ആണെങ്കിൽ 3000-3500 കോടിയെങ്കിലും കളക്ട് ചെയ്തിരിക്കണം. ഇപ്പോഴേ വേൾഡ് വൈഡ് ആയിട്ട് പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്താൽ ചിലപ്പോൾ പറ്റിയേക്കാം. പുള്ളി ഇപ്പൊ നോർത്തിലെ സൂപ്പർ സ്റ്റാർ ആവാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പുള്ളിക്ക് കോമ്പറ്റീഷൻ ആയിട്ട് മറ്റൊരാളും കൂടെ വരുന്നുണ്ട്. അടുത്തത് അയാളാണ്. 16 രൺവീർ സിംഗ്. രൺവീറിന്റെ കാര്യം പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ദുരന്തം കാരണം പുള്ളിയുടെ ഹൈപ്പ് ഇപ്പൊ കുറച്ചുകൂടെ മേളിലാണെന്ന് വേണമെങ്കിൽ പറയാം. രൺവീർ സിംഗ് രൺബീർ കപൂറും നോർത്തിൽ സൂപ്പർ സ്റ്റാർ ആവാൻ വേണ്ടിയിട്ട് നല്ല കോമ്പറ്റീഷൻ ആണ് രണ്ടുപേരും. ഇപ്പൊ തിയേറ്ററിൽ റൺ ആയിക്കൊണ്ടിരിക്കുന്ന ദുരന്തർ 2 ഇതിനോടകം തന്നെ 1650 കോടിയോളം കളക്ട് ചെയ്ത് കഴിഞ്ഞു. ഓരോ ദിവസം കഴിയുന്നതോറും സിനിമയുടെ കളക്ഷൻ ഇപ്പൊ ഇടിവ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 2000 കോടി കളക്ട് ചെയ്യാനായിട്ട് ചാൻസ് വളരെ കുറവാണ്. എന്നാലും ദുരന്തറിന്റെ ഫസ്റ്റ് പാർട്ട് പോലെ ദുരന്തർ 2 100 ദിവസം റൺ ചെയ്താൽ ചിലപ്പോൾ കിട്ടുമായിരിക്കാം. ദുരന്തർ 2 കേരളത്തിൽ മാത്രം ഇപ്പൊ 18 കോടിക്ക് മുകളിൽ കളക്റ്റും ചെയ്ത് കഴിഞ്ഞു. നോർത്തിൽ അടുത്ത സൂപ്പർ സ്റ്റാർ രൺവീർ സിംഗ് ആയിരിക്കോ രൺബീർ കപൂർ ആയിരിക്കോ? ആരാവുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് താഴെ കമന്റ് ചെയ്ത് വെച്ചേക്കുക. 5 തലൈവർ രജനീകാന്ത്. ഇന്ത്യയിലെ നമ്പർ 1 സൂപ്പർ സ്റ്റാർ ആരെന്ന് ചോദിച്ചാൽ അത് രജനീകാന്ത് തന്നെയാണ്. ഇങ്ങനെയാണ് പലരും പുള്ളിയെ വിശേഷിപ്പിക്കുന്നത്. പുള്ളിയുടെ ഭാഗത്തുനിന്ന് അവസാനം വന്ന സിനിമ ഏതാ നോക്കിയാൽ കൂലി. വൻ ഹൈപ്പിലായിരുന്നു സിനിമ തിയേറ്ററിലേക്ക് എത്തിയത്. സിനിമ മിക്സഡ് റിവ്യൂസ് നേടിയെങ്കിലും സിനിമ പക്ഷെ നല്ല കളക്ഷൻ നേടിയായിരുന്നു ബോക്സ് ഓഫീസിൽ. തലൈവർ അടുത്ത് വരാനിരിക്കുന്ന സിനിമ ഏതാ നോക്കിക്കഴിഞ്ഞാൽ ജയിലർ 2. വൻ ക്യാമറയിൽ വരുന്ന സിനിമ ജയിലറിന്റെ ഫസ്റ്റ് പാർട്ടിനേക്കാളും കുറച്ചൊരു ലാർജ് സ്കെയിലായിട്ടാണ് അവർ ചിത്രീകരിച്ച് വെച്ചേക്കുന്നത്. സിനിമയുടെ റിലീസ് ഡേറ്റ് ഇതുവരെ ഒഫീഷ്യലായിട്ട് വന്നിട്ടില്ലെങ്കിൽ പോലും വരുന്ന സെപ്റ്റംബർ 4-ാം തീയതി റിലീസ് ചെയ്യാനായിട്ട് മൂവി ടീം പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാണ് അപ്ഡേറ്റുകൾ വരുന്നത്. ഇനി പറയാനുള്ളത് വെറും 4 പേരാണ്. ആ 4 പേരെയും എവിടെ വേണമെങ്കിലും എടുത്തിടാം. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇവർക്കുള്ള ഫാൻ ബേസും കാര്യങ്ങളും
കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. 4 അല്ലു അർജുൻ, നമ്മുടെ മലയാളികളുടെ സ്വന്തം മല്ലു അർജുൻ. പുള്ളിയുടെ അടുത്ത് ലൈനപ്പായിട്ട് വരുന്ന സിനിമകളൊക്കെ അത്രയ്ക്ക് അടിപൊളിയാണ്. AA22 അഡ്ലിയുടെ, AA23 ലോകേഷ് കനകരാജിന്റെ കൂടെ, പിന്നെ ഇങ്ങനെ നമ്മുടെ ബേസിലൂടെ ഒരു സിനിമ, പിന്നെ പുഷ്പ 3. ഇതാണ് പുള്ളിയുടെ ലൈനപ്പ്. AA22 അല്ലെങ്കിൽ രാഗ കാരണം പുള്ളിക്ക് ഗ്ലോബൽ റീച്ച് ആണ് ഉണ്ടാവാൻ പോകുന്നത്. 3 റബൽ സ്റ്റാർ പ്രഭാസ്. ബാഹുബലി എന്ന ഫ്രാഞ്ചൈസി കാരണം പ്രഭാസിന് വേണ്ടി സ്റ്റാർഡും വളർച്ച ചെറുതൊന്നും ആയിരുന്നില്ല. പ്രഭാസിന്റെ ഓരോ സിനിമയും അനൗൺസ് ചെയ്യുമ്പോൾ നല്ലൊരു ബ്രഹ്മാണ്ഡ സിനിമ ആയിരിക്കും എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് ആ രാജകാലഘട്ടമൊന്നുമല്ല, പുള്ളിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് കിട്ടുന്നില്ല. ബാഹുബലിക്ക് ശേഷം കുറച്ചെങ്കിലും സാറ്റിസ്ഫൈ ആക്കിയത് സലാറാണ്. സിനിമ മിക്സ്ഡ് റെസ്പോൺസ് ആണ് മേടിച്ചതെങ്കിലും ആ സിനിമയ്ക്ക് ഒരു കോർ ഉണ്ട്. അല്ലെങ്കിൽ സിനിമയിലെ പ്രഭാസിന്റെ ദേവ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ഒരു ഓറയുണ്ട്. സിനിമയിലെ പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസ് വേറെ ലെവലായിരുന്നു. പുള്ളിയുടെ അവസാനമായിട്ട് വന്ന സിനിമ രാജാസാബ്. സിനിമയുടെ ബഡ്ജറ്റ് ആയിട്ട് വരുന്നത് 400 കോടി രൂപയും എന്നാൽ സിനിമ കളക്ട് ചെയ്തത് വെറും 200 കോടി രൂപയും മാത്രമായിരുന്നു. പ്രഭാസിന്റെ അടുത്ത് വരാനിരിക്കുന്ന സിനിമ ഏറെ നോക്കിക്കഴിഞ്ഞാൽ സ്പിരിറ്റ്. സിനിമയ്ക്ക് ഓൾറെഡി ഇപ്പൊ തന്നെ നല്ല ഹൈപ്പ് ഉണ്ട്. സിനിമ നന്നാവോ ഇല്ലയോ എന്നൊന്നും ഇപ്പൊ പറയാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ പ്രഭാസിന്റെ ഓറ സ്പിരിറ്റിൽ കാണാൻ പറ്റും. നമ്പർ 2 വൺ ആൻഡ് ഓൺലി തലപതി വിജയ്. ഞാനൊരു വിജയ് ഫാനാണ്. എനിക്ക് തലപതി ഫസ്റ്റ് പൊസിഷനിൽ കൊടുക്കണമെന്നുണ്ട്. പക്ഷെ ഫസ്റ്റ് പൊസിഷനിലുള്ളത് തലപതിയേക്കാളും കുറച്ച് ഡോസ് കൂടി ഒരു ഐറ്റം ആണ്. തലപതി ഇപ്പൊ സിനിമയിൽ നിന്ന് പൂർണ്ണമായി മാറിയിട്ട് പൊളിറ്റിക്സിലോട്ട് ഫോക്കസ് ചെയ്യാണ്. തലപതി സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസിന്റെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യുകയും ചെയ്യും. പുള്ളി തന്നെ പുതിയത് മേക്ക് ചെയ്യുകയും ചെയ്യും. പുള്ളി ഇനി പൂർണ്ണമായിട്ട് സിനിമയിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ തലപതിയുടെ ഈ പൊസിഷനിലോട്ട് ആർക്കും എത്തിച്ചേരാൻ പറ്റത്തില്ല. തലപതി സിനിമയിൽ നിന്ന് മാറി നിൽക്കുന്നതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണ് താഴ്ന്ന് കമന്റ് ചെയ്ത് വെച്ചേക്കുക. നമ്പർ 1 SRK. ഇത് കേട്ടപ്പോൾ ആരും അയ്യോ കൊയ്യെ കുച്ചൊന്നും തോന്നണ്ട. ഇന്ത്യയിലെ നമ്പർ 1 ആക്ടർ അത് SRK തന്നെയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഗ്ലോബൽ റീച്ച് ഉള്ള ആക്ടറും അതും SRK തന്നെയാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ വിജയും പ്രഭാസും അല്ലു അർജുനും ഒക്കെ. സിനിമയുടെ അടുത്തായിട്ട് വരാനിരിക്കുന്ന സിനിമ ഏതാ നോക്കിക്കഴിഞ്ഞാൽ കിങ്. സിനിമ ഈ വർഷം ഡിസംബറിൽ റിലീസ് ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് ഇന്നലത്തെ മുംബൈയുടെ രാജസ്ഥാനെ കളിയെ പറ്റി പറയാം. അതിനു മുമ്പ് നിങ്ങൾ IPL ഏത് ടീമാണെന്ന് താഴ്ന്ന് കമന്റ് ചെയ്ത് വെച്ചേക്കാം. ഞാനൊരു MI ഫാനാണ്. സത്യം പറയല്ലേ, രാജസ്ഥാൻ ഇന്നലെ അത്യാവശ്യം റൺ എടുക്കുമെന്ന് എനിക്കറിയായിരുന്നു. ഒരു 200+ എന്തായാലും ഉണ്ടായിരിക്കും ഉറപ്പായിരുന്നു. കാരണം അത് അങ്ങനത്തെ ഒരു പിച്ചാണ്. പിന്നെ നിങ്ങൾക്ക് അറിയില്ല, മഴ കാരണം കളി കുറച്ച് നീട്ടി വെച്ചു. പിന്നെ 11 ഓവറായിട്ട് ചുരുക്കി. അങ്ങനെ കളി തുടങ്ങി. ഫസ്റ്റ് ഓവർ ചഹറിന്. എനിക്ക് ഉറപ്പായിരുന്നു ചഹറിന് നല്ല കിട്ടുമെന്ന്. കാരണം ജയ്സ്വാളും ഫോമില, സൂര്യവംശിയും ഫോമിലായിരുന്നു. അത് മാത്രമല്ല ചഹറിന് പണ്ടത്തെ ഫോമും ഇല്ല. ഇതൊക്കെ കൊണ്ട് ഫസ്റ്റ് ഓവർ രാജസ്ഥാൻ അഡ്വാൻറ്റേജ് ആണെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷെ സെക്കൻഡ് ഓവർ നമ്മുടെ മുംബൈയുടെ നട്ടലായ ബൂമറയ്ക്ക് കൊടുത്തു. മുംബൈയുടെ നട്ടലിനെ വെറും 15 വയസ്സുള്ള ചെറുക്കൻ ഗാലറി കാണിച്ചു. അതും ഫസ്റ്റ് ബോളിൽ തന്നെ. അത് കണ്ടപ്പോഴേ ഒരു ഡൗട്ട് തോന്നി, ഇവന്മാർ ജയിക്കുമോ? എന്നാലും മനസ്സിൽ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ ബാറ്റിംഗ് ടീം അവന്മാരെക്കാളും പവർഫുൾ ആണ്. രോഹിത്തിന് റിക്കൾട്ടന് ഓപ്പണിംഗ്. പിന്നെ നമുക്ക് എന്താ വേണ്ടേ, ആ പ്രതീക്ഷയിൽ അങ്ങ് ഇരിക്കുമായിരുന്നു. പിന്നെ വരുന്നവനും പോകുന്നവനും എല്ലാം നല്ല കീറ് കിട്ടി. അങ്ങനെ 150 വരെ സ്കോർ എത്തിച്ചു. അതിന്റെ ഇടയ്ക്കൂടെ ഞങ്ങളൊക്കെ പറയുകയും ചെയ്ത് ഇവർ ബാറ്റ് ചെയ്യുമ്പോൾ ബാറ്റിംഗ് പിച്ചും നമ്മൾ ബാറ്റ് ചെയ്യാൻ വരുമ്പോൾ ബോളിംഗ് പിച്ചും ആയി മാറുന്നു. അത് തന്നെ സംഭവിച്ചു. ഫസ്റ്റ് ഓവർ തന്നെ നിന്ന് തുഴയുന്ന കണ്ടപ്പോൾ മനസ്സിലായി കളി കയ്യിൽ നിന്ന് പോയെന്ന്. പവർ പ്ലേയിൽ തന്നെ 3 വിക്കറ്റോളം പോയി. റണ്ണാണെങ്കിലോ 40 പോലും ആയിട്ടില്ല. എന്നാലും ഒരു പ്രതീക്ഷയായിരുന്നു ഹിറ്റ്മാൻ ഉണ്ട് അവിടെ, പുള്ളി ജയിപ്പിച്ചോളും. വരുന്ന ബാറ്റ്സ്മാനല്ലേ ഒരു ബൗണ്ടറി അടിക്കും, പിന്നെ കയ്യിലിട്ട് കൊടുക്കും. പിന്നെ രോഹിത്തിന്റെ കാര്യം ഓർക്കുമ്പോൾ ഒരു അഭിമാനമുണ്ട്. പുള്ളി ക്യാച്ച് കൊടുത്തില്ല, LB ആണ് കൊടുത്തത്. പിന്നെ അവസാനം ബൂമറ വരെ ഇറങ്ങി. ഒരു 4 അടിച്ചപ്പോൾ അവൻ ബിഷ്ണോയൊക്കെ കാണിച്ച ഒരു എക്സ്പ്രഷൻ ഉണ്ട്. സത്യം പറയാലോ എന്തോ പോലായിരുന്നു. അടുത്ത കളി ഞായറാഴ്ച RCBയുടെ കൂടെ. മുംബൈ ഇത്ര റൺ അടിക്കാൻ കാരണം രാജസ്ഥാൻ ഇടയ്ക്കിട്ട് ഉഴപ്പിയിട്ടാണ്. അവരുടെ ബോളിംഗ് വലിയ വീഴ്ചയിലായിരുന്നെങ്കിൽ പോലും ഫീൽഡിംഗ് ചെറിയ രീതിയിൽ വീഴ്ച ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ ഒരു കാര്യവും RCBയുടെ ഭാഗത്തുനിന്ന് മുംബൈ ഞായറാഴ്ച പ്രതീക്ഷിക്കുകയേ വേണ്ട. ഇന്നലത്തെ കളിയിലൂടെ മുംബൈ പിന്നെയും പോകുന്നെങ്കിൽ മുംബൈക്ക് ചെന്നൈയുടെ കൂടെ അടിവാരത്ത് പോയിരിക്കാം. പക്ഷേ ഇത് ദൈവത്തിന്റെ പോരാളികളായ മുംബൈ ഇന്ത്യൻസ് ആണ്. ഞങ്ങൾ തിരിച്ചു വന്നിരിക്കും. ഞാൻ ഈ പറയാൻ പോകുന്നത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. ഞായറാഴ്ച നടക്കാൻ പോകുന്ന RCB മുംബൈ പോരാട്ടത്തിൽ RCB മുംബൈ മലത്തി അടിച്ചിരിക്കും. അഥവാ മുംബൈ തോറ്റ ഈ വാക്കങ്ങ് മറന്നേക്കെ. സത്യം പറഞ്ഞാൽ ഒന്നും പറയാൻ പറ്റൂലടാ. അത് മുംബൈ ആണ്. എന്താ എപ്പോഴൊക്കെ സംഭവിക്കാന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഞായറാഴ്ച നടക്കാതിരിക്കുന്ന മുംബൈ RCB മാച്ചിൽ ആര് ജയിക്കുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? അത് താഴെ നിന്ന് കമന്റ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിലുള്ള മറ്റ് വീഡിയോസ് ഇങ്ങനെ കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്.